ഏതായാലും ആ നിയന്ത്രണം തെറ്റിച്ച് വന്ന വാഹനത്തിന്റെ ഡ്രൈവർ ഇവിടെ ഉണ്ട്. ഏതായാലും വാഹനം ഇപ്പോൾ സ്റ്റാർട്ട് ആവുന്നില്ല, അവിടെ ഡിവൈഡറിൽ ഇടിച്ച് നിൽക്കുകയാണ്. എന്താ അവിടെ ആരും പറഞ്ഞില്ലേ? അവിടുന്ന് ആരും സിഗ്നൽ തരുന്ന കണ്ടില്ല, ഒരാളെ മുട്ടിന്റെ ഐറ്റം ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ അത് വെച്ചപ്പോൾ വീലിന്റെ ഐറ്റം ഉണ്ട്. അപ്പൊ അത് പോരുന്നില്ല. ഇപ്പൊ പോണോടത്തോളം കൂടി താഴ്ച കൂടി വരികയാണ്. ചെറിയ മിസ്റ്റേക്ക് പറ്റി, ഡിവൈഡർ ശ്രദ്ധിച്ചില്ല. മിനിഞ്ഞാന്ന് രാത്രി മുതൽ പെയ്യുന്ന മഴയിൽ മുങ്ങിയിരിക്കുകയാണ് ഈ പാലയിലെ ഈ പ്രധാനപ്പെട്ട ഈ ടൗൺ മേഖല മുഴുവൻ. ഇപ്പോൾ കൊട്ടാരമുറ്റം ബസ് സ്റ്റാൻഡിന്റെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ ബസ് സ്റ്റാൻഡിന്റെ ഈ പരിസരമാണ് ഈ കാണുന്നത്. മുഴുവൻ വെള്ളം കയറി ഇത്തരത്തിൽ ഗതാഗത യോഗ്യമല്ലാത്ത രീതിയിലേക്ക് റോഡുകളെല്ലാം തന്നെ മാറിയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളിൽ കാണാം, ബസ് സ്റ്റാൻഡാണ് കാണുന്നത്. ബസ് സ്റ്റാൻഡിലൊന്നും ബസ്സുകളൊന്നും തന്നെ ഇല്ല. ബസ്സുകളും മറ്റു വാഹനങ്ങളെല്ലാം തന്നെ വെള്ളം ഉയർന്നൊരു സാഹചര്യത്തിൽ തന്നെ എടുത്തു മാറ്റി. ഇതുവഴി വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിടുന്നില്ല. പക്ഷേ അപ്പോഴും പല വാഹനങ്ങളും വഴി തെറ്റി വന്ന് ഇവിടെ പെട്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. എനിക്ക് ചുറ്റും കാണുന്ന കണ്ടില്ലേ, ഈ പ്രധാനപ്പെട്ട ടൗൺ മേഖലയാണ്. ഈ പ്രദേശത്ത് ഈ കാണുന്ന കടകളെല്ലാം തന്നെ അടച്ചിട്ടിരിക്കുകയാണ്. ഒരു കട പോലും തുറക്കാൻ സാധിക്കില്ല, അത്രയും വെള്ളം കയറി കിടക്കുകയാണ്. കടകൾ മാത്രമല്ല, വാഹനങ്ങളൊന്നും തന്നെ ഇതുവഴി സഞ്ചരിച്ച് പോകാനും സാധിക്കില്ല. ജനങ്ങളെല്ലാം തന്നെ നടന്ന് പലപ്പോഴും പോകുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും വീഴുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം എവിടേക്കാണ് വെള്ളം കയറി കിടക്കുന്നത്, എവിടേക്കാണ് ഓട പൊട്ടി നിൽക്കുന്നതെന്ന കാര്യത്തിലൊന്നും യാതൊരു ഉറപ്പുമില്ല. അത്തരത്തിലൊരു സാഹചര്യമാണ് നിൽക്കുന്നത്. വെള്ളം ഇനി എപ്പോൾ ഇറങ്ങി പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ പാല ടൗൺ ഭാഗത്ത് നിന്ന്. ഏതായാലും നിലവിൽ വെള്ളം ഇങ്ങനെ നിൽക്കുകയാണ്. മഴയ്ക്ക് നേരിയ ഒരു ശമനമുണ്ട്. ആ മഴയൊന്ന് കുറച്ചധികം നേരം കൂടി ഇത്തരത്തിൽ ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ വെള്ളം ഇറങ്ങിപ്പോകുന്നുള്ളൊരു പ്രതീക്ഷ കൂടിയുണ്ട്. അങ്ങനെ തോന്നുന്നുണ്ട്. വെള്ളം ഇനിയിപ്പം മഴയൊന്ന് മാറിയുന്ന വെള്ളം ഇറങ്ങൂലേ? മാറിയുന്ന വെള്ളം ഇറങ്ങും. പക്ഷെ കിഴക്കുന്ന വെള്ളം വന്നാലൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. ഇതേ കണ്ടീഷൻ തന്നെ നിലനിൽക്കും. കാരണം വെള്ളം കിഴക്കുന്ന വരാതിരിക്കണം. ഇവിടെ മഴ പെയ്തുകൊണ്ട് പ്രശ്നമല്ല. കിഴക്ക് മഴ പെയ്യാതെ ഇരുന്നാൽ മാത്രമേ ഇവിടെ വെള്ളം ഇറങ്ങി പോവുള്ളൂ. അല്ലെങ്കിൽ ഈ വെള്ളം ഇങ്ങനെ കിടക്കും. കാരണം അല്ലെങ്കിൽ ഒരു 24 മണിക്കൂർ കൂടി വെള്ളം കിടക്കുന്നതല്ല. 2018 വെള്ളം പോലും ഇത്രയും വന്നിട്ടില്ല. പെട്ടെന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. ഇതും പെട്ടെന്ന് വെള്ളപ്പൊക്കം ഇറങ്ങി കടകളിൽ ഒരുപാട് സാധനങ്ങൾ, കടയിൽ ഇപ്പോഴും സാധനങ്ങൾ കിടക്കുക. ആ മുഴുവൻ നശിച്ച നാരാക്കൽ പിടിച്ചു. അത് വഴി എന്തോ തെറ്റിയാണെന്ന് തോന്നുന്നത്. ഏതൊരു വാഹനം കയറി വരുന്നുണ്ട്. ഏതായാലും ആ ദൃശ്യങ്ങളിൽ കാണാം, ഏതൊരു വാഹനം കയറി വരുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് വാഹനങ്ങൾ കടത്തിവിടാത്തതാണ്, എന്തുകൊണ്ടാണെന്നറിയില്ല. ഇങ്ങനെ വഴി തെറ്റിയൊക്കെ വാഹനങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. ഇഷ്ടംപോലെ വാഹനങ്ങളും അല്ലാതെ തൻ്റെ അടുത്ത് പോകുന്ന. പക്ഷേ വണ്ടി നിന്ന് പോയാൽ നിന്ന് പോകും. സൈലൻസറിൽ വെള്ളം കയറി നിന്ന് പോയാൽ നിന്ന് പോകും. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കയറി പോകണവും കയറി പോകും, അത്രേ ഉള്ളൂ. ചങ്കേറ്റോട് പോകണവും പോകും, അത്രേ ഉള്ളൂ. ഇതിന് നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ലേ പോലീസുകാർ? നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ വാഹനം പോയി ഡിവൈഡറിൽ ഇടിച്ച് നിൽക്കുകയാണ്. ഏതായാലും ആ ദൃശ്യങ്ങളിൽ കാണാം, അതൊരു സാഹസികമായ പ്രവൃത്തി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം വെള്ളം ഇത്രയും കയറി കിടക്കുകയാണ്. ഗതാഗത യോഗ്യമല്ല എന്നുള്ള കാര്യം തന്നെ നേരത്തെ തന്നെ അവിടെ ബോർഡുകളും പലതും സ്ഥാപിച്ചിട്ടുമുണ്ട്. എന്നിട്ടും ഇതെല്ലാം ഈ നിയന്ത്രണങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് വാഹനങ്ങൾ ഇത്തരത്തിൽ കടന്നു കയറി വരുന്നത്. ഇപ്പോൾ ഏതായാലും വാഹനം ഓടിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഡിവൈഡറിൽ പോയി ഇടിച്ച് തട്ടി അവിടെ നിൽക്കുകയാണ്. ഏതായാലും നിലവിലെ സാഹചര്യം ഇതാണ്. പാലാ ടൗണിൽ ആകെ മാനം ഇത്തരത്തിൽ വെള്ളം കയറി നിൽക്കുകയാണ്. ഈ വെള്ളം ഇറങ്ങുന്ന ഈ മഴ ഇങ്ങനൊന്നും കുറേ നേരത്തേക്ക് അധികം ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ മാത്രമാണ് ഇനിയിപ്പോൾ ഈ വെള്ളം ഒന്ന് ഇറങ്ങി തുടങ്ങുക എന്നാണ് ഈ പ്രദേശവാസികളെല്ലാം തന്നെ പറയുന്നത്. ഏതായാലും നിലവിലെ സാഹചര്യം അതിരൂക്ഷം തന്നെയാണ് പാലയിൽ. ഏതായാലും ആ നിയന്ത്രണം തെറ്റിച്ച് വന്ന വാഹനത്തിന്റെ ഡ്രൈവർ ഇവിടെ ഉണ്ട്. ഏതായാലും വാഹനം ഇപ്പോൾ സ്റ്റാർട്ട് ആവുന്നില്ല, അവിടെ ഡിവൈഡറിൽ ഇടിച്ച് നിൽക്കുകയാണ്. എന്താ അവിടെ ആരും പറഞ്ഞില്ലേ? അവിടുന്ന് ആരും സിഗ്നൽ തരുന്ന കണ്ടില്ല, ഒരാളെ മുട്ടിന്റെ ഐറ്റം ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ അത് വെച്ചപ്പോൾ വീലിന്റെ ഐറ്റം ഉണ്ട്. അപ്പൊ അത് പോരുന്നില്ല. ഇപ്പൊ പോണോടത്തോളം കൂടി താഴ്ച കൂടി വരികയാണ്. ചെറിയ മിസ്റ്റേക്ക് പറ്റി, ഡിവൈഡർ ശ്രദ്ധിച്ചില്ല. വെള്ളം ഇറങ്ങുന്നവരെയും കാത്തു നിൽക്കണം. ഇല്ല, ഇനി ഏതെങ്കിലും വണ്ടി എടുത്തുനിന്ന് ബാക്ക് വലിച്ച് സെറ്റാക്കി പോകണം. അതിൽ വണ്ടി ലോഡുണ്ട്. ഏതായാലും ആ നിലവിൽ ആ വാഹനം കണ്ടാൽ മനസ്സിലാവും, അത് നിയന്ത്രണം തെറ്റിച്ച് വന്നതാണ്. അവർ പ്രതീക്ഷിച്ചത് ഇത്രയും വെള്ളം ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് കയറി വന്നതാണ്. ഏതായാലും വാഹനം അവിടെ കുടുങ്ങി അങ്ങനെ നിൽക്കുകയാണ്. ക്യാമറമാൻ അനന്തു സുരേഷിനൊപ്പം ജ്യോതിഷ് ടി മോഹനൻ, മീഡിയ 1 കോട്ടയം.